അമ്മ ഫുഡ് ഒന്ന് എടുത്തേ. ആ നീ വന്നിരിക്കും, ഞാൻ പിടിക്കാം. അമ്മ ഇരുന്നോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അമ്മ ദേ വാടി. ഇത് കഴിക്കിട്ടാ, ഞാൻ കറി എടുത്തിട്ട് വരാട്ടാ. വാടി, നിങ്ങൾ വന്നിരുന്ന് കഴിക്കി. അമ്മ ചായ എടുത്തിട്ട് വന്നേ. ആ എടുത്തിട്ട് വരാം. എനിക്ക് ചൂടുള്ളത് വേണമെന്ന് അറിഞ്ഞൂടെ, ഒന്ന് ചൂടാക്കിട്ട് വന്നത് ചൂടില്ല. അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്തതോ അന്ന് കഴിക്കാൻ ഇപ്പൊ കൊണ്ടുവരാം. ചൂടാക്കിണ്ടാ നമുക്കത് കഴിക്കും. അമ്മ പ്ലേറ്റ് കഴുകി കേട്ടാ. അയ്യോ അമ്മ എന്തിനും പ്ലേറ്റ് ഞാൻ കഴുകാം. കഴിച്ചല്ലേ, ഞാൻ തന്നെ കഴുകാ മതി. മുടിയൊക്കെ കേടായി തുടങ്ങി. ഞാൻ തൊട്ടകീനി ഞാൻ മുടി ഇപ്പൊ മര്യാദക്ക് ഇട്ടോക്കണതാ. അപ്പൊ അവിടെ വന്നിട്ട് ഫോണില് ഞാനൊരു കമ്മൽ ഓർഡർ ചെയ്യാം. അമ്മേനെ കമ്മല് പൊട്ടിയിട്ട് 2-3 ദിവസമായി. നീ കണ്ടില്ലേ? പറഞ്ഞ അമ്മയ്ക്ക് മേടിച്ചൊരു സ്റ്റഡ് മേടിച്ചാൽ മതി. 2-3 കല്ല് വെച്ചിട്ടുള്ളത് കുഞ്ഞി സ്റ്റഡ് മതി. ഇതിലൊന്നും അമ്മയ്ക്ക് പറ്റിയ കമ്മലൊന്നും ഇല്ല. ഇത് ഞങ്ങക്ക് പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ കമ്മലുകളാണോ. അമ്മയ്ക്ക് കമ്മലാണെങ്കിൽ വേറെ കടയിൽ പോയി വാങ്ങിച്ചു വിടാം. മോളെ മോളെ അടിച്ചു വന്നതേ എന്റെ മരുമോളെ. അത് അവിടുത്തെ വേലക്കാരിയല്ല. അതിന് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ സഹായിക്കുന്നുണ്ട്. എനിക്ക് വയ്യ. അപ്പൊ നീയാണ് ചെയ്യണ്ടേ, ഞാനല്ല. നീ ചെയ്യുന്നു. എന്റെ കാര്യങ്ങളൊക്കെ വരെ നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? അതൊക്കെ അവളും ചെയ്യണ. നാളെ നീ ഒരു അമ്മയാവും പോലെ നിന്റെ മക്കളും ചെയ്യും. എനിക്ക് മനസ്സിലാവുള്ളൂ. അമ്മ കഴിച്ചോന്നുള്ളത് അന്വേഷിക്കാറുണ്ട്. നീ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് പറയണത് ശരിയല്ലേ? ഒരമ്മ എന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്നവളാവണമെന്ന ചിന്താഗതിയുള്ള കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ആ ഒരു അമ്മയും ഒരു വ്യക്തിയാണെന്നും അവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെന്നത്.